നമസ്കാരം. എം.എൽ.എ സ്ഥാനത്തു നിന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി അനിവാര്യതയാകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനു മേൽ വലിയ സമ്മർദ്ദമാണുള്ളത്. പൊതുജീവിതത്തിൽ നിന്നും മാറി നിൽക്കുന്നതാണ് നിലവിലെ സാഹചര്യത്തിൽ ഉചിതമെന്ന സന്ദേശം മാങ്കൂട്ടത്തിലിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് കൈമാറിക്കഴിഞ്ഞു. പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന തീരുമാനം എടുക്കരുതെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടൂരിലെ വീട്ടിൽ സന്ദേശം എത്തിക്കുകയായിരുന്നു കോൺഗ്രസ് ഹൈക്കമാൻഡ്. സമ്മർദ്ദം ശക്തമാക്കി വനിതാ നേതാക്കളും രംഗത്ത് വന്നു കഴിഞ്ഞതോടെ പാലക്കാട്ടെ എം.എൽ.എ സ്ഥാനം രാജിയിൽ തീരുമാനമാവും ഉടൻ തന്നെ. എന്തായാലും ഷാഫി പറമ്പിലും മാങ്കൂട്ടത്തിലും ഈ തീരുമാനം ചേർന്നെടുക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. മാങ്കൂട്ടത്തിലിനോട് രാജിവെക്കാൻ ഷാഫിയും നിർദ്ദേശിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട്. എല്ലാ അർത്ഥത്തിലും മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ ഒറ്റപ്പെടുന്ന സാഹചര്യമുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം തന്നെ രാഹുലിന്റെ രാജിക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തി തുടങ്ങിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, ഷാനിമോൾ ഉസ്മാൻ എന്നിവർ നേരത്തെ തന്നെ രാജി ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി നിൽക്കണം, അന്വേഷണം നേരിടണമെന്നാണ് എല്ലാവരും പറയുന്നത്. മാത്രമല്ല, നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ് കാര്യങ്ങൾ. ക്ലീൻ ചിറ്റ് കോൺഗ്രസിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാറ്റി നിർത്തിയാൽ തങ്ങൾ എത്രയും വേഗം സ്ത്രീ വിഷയങ്ങളിൽ നിലപാടെടുക്കുന്ന, സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങളിൽ നിലപാടെടുക്കുന്ന പാർട്ടിയാണെന്ന് വരുത്തി തീർക്കാൻ കോൺഗ്രസിന് സാധിക്കും. ഈ സാധ്യതയാണ് നിലവിൽ വി.ഡി. സതീശൻ ആലോചിക്കുന്നത്. ഇല്ലെങ്കിൽ അടുത്ത വർഷവും അടുത്ത ഘട്ടത്തിലും CPM തന്നെ കേരളം ഭരിക്കുന്ന അവസ്ഥയിലേക്ക് പോകുമെന്ന് വിലയിരുത്തലുകൾ വന്നു കഴിഞ്ഞു. തുടക്കത്തിൽ രാഹുലിനെ പിന്തുണച്ചിരുന്ന കെ മുരളീധരനും ഇപ്പോൾ നിലപാട് മാറ്റി. പരാതികളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി കോൺഗ്രസ് സ്വീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വ്യക്തമാക്കി കഴിഞ്ഞു. പരാതിയില്ലാതിരുന്നിട്ടും ആരോപണം ഉയർന്ന് 24 മണിക്കൂറിനകം അദ്ദേഹം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരുന്നു. ഇനി വേണ്ടത് M.L.A പദവിയിൽ നിന്നുള്ള രാജിയാണ്. രാഹുൽ രാജിവെക്കണമെന്ന് രമേശ് ചെന്നിത്തല തുറന്നു പറഞ്ഞപ്പോൾ രാജിവെക്കേണ്ടതില്ലെന്നായിരുന്നു കെ മുരളീധരൻ ആദ്യം പറഞ്ഞത്. എന്നാൽ പിന്നീട് ഇത് മാറ്റി. ഇതും മാങ്കൂട്ടത്തിലിന് വിനിയായി. ഒരു നിമിഷം പോലും M.L.A സ്ഥാനത്ത് തുടരാൻ അനുവദിക്കരുതെന്നാണ് ചെന്നിത്തല പറയുന്നത്. എത്രയും വേഗം രാജിവെപ്പിക്കണം. കൂടുതൽ വെളിപ്പെടുത്തൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇക്കാര്യത്തിൽ തന്റെ നിലപാട് KPCC അധ്യക്ഷനെയും AICC നേതൃത്വത്തെയും ചെന്നിത്തല അറിയിച്ചു കഴിഞ്ഞു. രാഹുൽ പദവിയിൽ തുടരുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിട്ടുണ്ട്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എന്നിവരുമായുള്ള ചർച്ചയിലാണ് നിലപാട് അറിയിച്ചത്. വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ സാധ്യതകളെ ബാധിക്കുമെന്ന ആശങ്കയാണ് നേതാക്കൾക്കുള്ളത്. അതേസമയം BJP ഇടപെട്ട് അതിവേഗം ഉപതെരഞ്ഞെടുപ്പ് നടത്തിയാൽ തിരിച്ചടിയാകുമെന്ന ഭയത്തിൽ രാജി ഒഴിവാക്കുന്നതാണ് ബുദ്ധിയെന്ന് വാദിക്കുന്നൊരു വിഭാഗം നേതാക്കളും പാർട്ടിയിലുണ്ട്. എന്നാൽ ഇനി ഉപതെരഞ്ഞെടുപ്പിന് സാധ്യത തീരെ കുറവാണ്. കുറച്ചു മാസങ്ങൾ മാത്രമാണുള്ളത്. രാഹുൽ M.L.A പദവിയിൽ തുടരുന്നതിനോട് മുസ്ലിം ലീഗിനും അതൃപ്തിയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. രാഹുൽ തുടരണോ എന്ന കാര്യം കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്നും KPA മജീദ് പറഞ്ഞു. പെൺകുട്ടികളെ സ്നേഹം നടിച്ച് വഞ്ചിക്കുന്ന രാഹുലിന് വൈകൃതമാണെന്നാണ് CPM നേതാവ് PK ശ്രീമതി ആരോപിച്ചത്. KPCCയും ഷാഫി പറമ്പിലും ഇടപെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ട് രാജിവെപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പൊതുപ്രവർത്തകർ കളങ്കരഹിതമായിരിക്കണമെന്നാണ് ഇക്കാര്യത്തിൽ KPCCയുടെ നിലപാട്. പാർട്ടിയിൽ ഷാഫി പറമ്പിലിന്റെ പിന്തുണ മാത്രമാണ് മാങ്കൂട്ടത്തിലിന് നിലവിലുള്ളതെന്നാണ് വ്യക്തമാകുന്നത്.